നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ നിരാശരാകാൻ പാടില്ല. നിങ്ങളാണ് ഏറ്റവും അത്യുന്നതയിലുള്ളവർ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. യഥാർത്ഥ ഈമാൻ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈമാൻ എവിടെ പോയി? പ്രയാസങ്ങൾ വരുമ്പോൾ മനുഷ്യന് ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അള്ളാഹുവിന് ഒരു ബഹുമാനവും ഇല്ല, അള്ളാഹ്ക്ക് ഒരു സ്ഥാനവും ഇല്ല. മനുഷ്യൻ അള്ളാഹുമായിട്ടുള്ള ബന്ധം നേരെയാക്കാതെ ദുനിയാവിന്റെ ഒരു പ്രശ്നവും നേരെയാക്കാൻ നമുക്ക് സാധ്യമല്ല. നിന്നെ അള്ളാഹ് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആ പ്രയാസം ഒരിക്കലും മാറ്റാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. നിനക്ക് അള്ളാഹു എന്തെങ്കിലും ഒരു ഖൈറ് തരാൻ തീരുമാനിച്ചാൽ ആ ഖൈറിനെ തട്ടിമാറ്റാനും ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി ഖൈറും ശർറും ഒക്കെ അള്ളാഹു തീരുമാനിക്കുന്നത് പോലെ അവന്റെ അടിമകളിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു വളരെ കരുണയുള്ളവനാണ്, പൊറുക്കുന്നവനാണ്. അള്ളാഹുവായിട്ടുള്ള ബന്ധം നന്നാക്കിയാൽ എല്ലാം ശരിയാവും. അല്ലെങ്കിൽ നമ്മൾ ഖുർആനിൽ പറഞ്ഞൊരു ഉദാഹരണം, നമ്മളുടെ അവസ്ഥ, നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഓടി നടക്കുന്നുണ്ട്, എന്തധ്വാനം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അള്ളാഹുവായിട്ടുള്ള ഇടപാടുകൾ, അള്ളാഹുവായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ അവസ്ഥ ഒരു കിണറിന്റെ വക്കിൽ പോയി നീ വെള്ളമേവ എന്ന് പറയുന്നത് പോലെയാണ്. ലഹു ദഅവത്തുൽ ഹഖ്, സത്യത്തിൽ അള്ളാഹുവിനോടാണ് നീ പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവിനോടാണ് നിന്റെ കാര്യങ്ങൾ നീ പറയേണ്ടത്. വല്ലദീന യസ്തജീബൂന മിൻ ദൂനിഹി, അള്ളാഹു അല്ലാത്ത ആളുകളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗി. ഒരിക്കലും ഒരു കടലിന്റെ അടുത്ത് പോയിട്ട് നിന്നിട്ട് വെള്ളമേ വാന്ന് പറഞ്ഞാൽ വെള്ളം നിന്റെ വായിലോട്ട് വരൂല. ഇതേപോലെയാണ് ലോകത്ത് അള്ളാഹു അല്ലാത്ത എല്ലാ കാര്യങ്ങളും നീ നേരെയാക്കാൻ ശ്രമിച്ചാൽ നിന്റെ കാര്യം നേരെയാകൂല. അള്ളാഹുമായിട്ടുള്ള ബന്ധം നേരെയാക്കിയാൽ ബാക്കി എല്ലാ അസ്ബാബുകളും അള്ളാഹു ഒരുമിച്ച് കൂട്ടും, അള്ളാഹു എളുപ്പാക്കും, അള്ളാഹു വഴികൾ തുറന്നു തരും എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ പറ്റും.